രാഹുലെ, അധികാരം കയ്യിലുള്ളപ്പോൾ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ അത് അധികാരം നഷ്ടപ്പെടുമ്പോൾ കുത്തി നോവിക്കുന്ന അവസ്ഥകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് യദുവിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സച്ചിൻ ദേവിനെ കുറിച്ചും ആര്യ രാജേന്ദ്രനെ കുറിച്ചുമാണ്. ശരിക്കും യദുവിൻ്റെ ശാപം ഉണ്ടോ? യദുവിൻ്റെ ശാപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അതിന് നേതൃത്വം കൊടുത്ത രണ്ട് പേരായിരുന്നു. ആദ്യത്തേത് ആര്യ രാജേന്ദ്രനായിരുന്നു. ആര്യ രാജേന്ദ്രൻ ആദ്യം തന്നെ തോറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാണം കെട്ട തോൽവിയായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പിൽ അഡ്രസ്സ് പോലും ഇല്ലാതായി പോയൊരു നേതാവാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഒരു അഡ്രസ് ഇല്ല, ഇന്ന് എവിടെയാണ് എന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യം. രണ്ടാമത്തത് കൂടെ നിന്നത് സച്ചിൻ ദേവ് MLA. ഭാര്യയ്ക്കൊപ്പോലെ ഭർത്താവിനെ നിൽക്കാൻ പറ്റൂ. ഇത്തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ടൊരു നേതാവാണ്. വലിയ തോൽവി. അത് ആ മണ്ഡലത്തിൽ നേരിച്ചിരുന്നു. അത് യദുവിൻ്റെ ആ ശാപവാക്കുകളുണ്ട്. അല്ലെങ്കിൽ യദു സുഖി ഓടാൻ പോകുന്നു, സാധാരണപ്പെട്ട ജോലികൾ ചെയ്ത് ജീവിക്കുന്നു. ഇനി ഇവരെന്ത് ചെയ്യും? ആകെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ വാങ്ങിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ് സച്ചിൻ ദേവ് ആണെങ്കിലും ആര്യ രാജേന്ദ്രനാണ് പോകുന്നത്. അതിൽ പറയേണ്ട മറ്റൊരു പേര് കൂടിയുണ്ട്. ഇത് ആരുടെ ആയിരുന്നു? KSRTC എന്ന് പറയുന്നത് KV ഗണേഷ് കുമാർ, ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ. ആരായിരുന്നു നടപടിയെടുക്കേണ്ടത്? ഗണേഷ് കുമാർ. അതിലിരുന്ന CCTVക്ക് വെച്ചിരുന്ന മെമ്മറി കാർഡ്, CCTVയുടെ മെമ്മറി കാർഡ് അതെവിടെ പോയി? യദു ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. യദുവിനെ എന്തിനാണ് സർവീസിൽ നിന്നും മാറ്റി നിർത്തിയത്? ഒരു തവണ സച്ചിൻ ദേവും അല്ലെങ്കിൽ മേയറും കൂടെ, ആര്യ രാജേന്ദ്രനും കൂടെ ഒന്ന് പോയി കണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾ സെറ്റിൽമെൻ്റ് ആയി പോകാൻ കഴിയുന്നൊരു വിഷയം CPMനെ നാണം കെടുത്തി നടു റോഡിൽ നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അഡ്രസ്സ് പോലുമില്ലാതെ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് പിണറായി വിജയൻ വരുന്ന സാഹചര്യത്തിൽ ആരുമില്ലാതെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് അപ്പുറത്ത് മാറി നിന്ന് ആരൊക്കെയോ വന്ന് കുഞ്ഞിനെ കളിപ്പിച്ചിട്ട് പോകുന്ന സാഹചര്യം. അഡ്രസ്സ് പോലും ഇല്ലാതെ, പേര് ഉച്ചരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അഡ്രസ്സ് പോലും ഇല്ലാതാക്കി കളഞ്ഞു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ഗണേഷ് കുമാർ തോറ്റ് തരിപ്പണമായില്ലേ? അതായത് യദുവിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിച്ചു കൊണ്ടുപോകേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ ആ സെറ്റിൽമെൻറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആളാണ്. അയാളെ ആ ജോലിയിൽ നിന്നും ഇറക്കി വിട്ട് അയാളെ വേറൊരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാതെ അയാളെ അങ്ങനെ ബുദ്ധിമുട്ടിച്ച്, അയാളുടെ പേര് ഗണേഷ് കുമാർ എന്ന്, ഗണേഷ് കുമാർ ഇതിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എന്തിനാണ്? സംസ്ഥാന സർക്കാരിനുള്ള സ്നേഹം. ആ സ്നേഹത്തിൽ ഇങ്ങനെ മുഴുകി അവസാനം നമ്മുടെ മേയർക്ക് വേണ്ടിയിട്ടും സച്ചിൻ ദേവിന് വേണ്ടിയിട്ടും യദുവിനെ പുറത്താക്കുന്നു. ഇനി KSRTCയിലേക്ക് ഞാനുള്ള കാലത്ത് അത്രയും യദു കാണില്ല എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ പോയി. അവസാനം യദുവിന് വട്ടം നിന്നവരെല്ലാം അവസാനം തോറ്റ് നാണം കെട്ട തോൽവിയിലൂടെ പോകേണ്ട ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അത് ശാപമല്ലാതെ എന്താണ്? ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് പഠിച്ച് പരീക്ഷ എഴുതി KSRTCയിൽ കയറുന്നൊരു സാഹചര്യം, ആ KSRTCയിൽ കയറി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതായത് ഓവർടേക്ക് ചെയ്ത സമയത്ത് KSRTCക്കാരും സൈഡ് കൊടുത്തില്ല. മൗണ്ട് ഓവർടേക്ക് ചെയ്ത് വണ്ടി വലം വെച്ച് സിനിമ സ്റ്റൈലിൽ വന്നിട്ട് എന്താടാ നീ കാണിക്കുന്നത് ചോദ്യം ചെയ്താണ്. അവസാനം പോലീസ് റിപ്പോർട്ട് വന്നപ്പോഴോ MLA അതിനകത്തൊന്നിനകത്തും ഇല്ലായിരുന്നു. ആര്യ രാജേന്ദ്രനും ഒന്നിനും ഇല്ലായിരുന്നു. ആര്യ രാജേന്ദ്രൻ സഹോദരനും യദുവും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റി. രണ്ട് പേരെയും റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കി. അത് സാധാരണപ്പെട്ട ജനങ്ങൾ വെച്ച് ഉറപ്പിക്കുന്നതാണോ? അല്ല, വിഷ്വൽസ് എല്ലാം എല്ലാവരും കണ്ടതാണല്ലോ രാഹുലെ. അതെ, വിഷ്വൽസ് എല്ലാവരും കണ്ടതാണ്. പോലീസ് കണ്ടിട്ടില്ല, കേരള പോലീസ് കണ്ടിട്ടില്ല. ഇത്രയും വൈറലായി ഈ എല്ലാ മാധ്യമങ്ങളും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരുന്ന ആ ഒരു വീഡിയോ കേരള പോലീസ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ കേരള പോലീസ് ഈ ജോലി ചെയ്യാൻ അർഹരല്ലെന്ന്. കേരള പോലീസ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അവർ രണ്ടുപേരും ആ സ്ഥലത്തേ ഇല്ലായിരുന്നു. യദുവും ആര്യ രാജേന്ദ്രൻ്റെ സഹോദരനും തമ്മിലുള്ള പ്രശ്നം. ആര്യ രാജേന്ദ്രനെ ലൈംഗികമായിട്ട്, അതായത് ലൈംഗിക അധിക്ഷേപം നടത്തി, ചുവയോടുകൂടി സംസാരിച്ചു, ലൈംഗിക ആംഗ്യം കാണിച്ചു. എന്താണത്?
അല്ല, ഇതിന്റെ ക്യാപ്സ്യൂളുകളൊക്കെ ഭയങ്കര രസമായിരുന്നു. റോഷൻ അന്ന എന്ന് പറഞ്ഞിട്ടൊരു സിനിമാ നടി, അവര് ആര്യരാജേന്ദ്രന് സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ വാഹനത്തെ ചാലക്കുടിയിൽ വെച്ച് ഇതേ രീതിയിൽ യദു ചെയ്തിട്ടുണ്ട്. ഞാൻ അനുഭവസ്ഥയാണ്. ക്യാപ്സ്യൂളുകൾ പല സ്ഥലത്തും വന്നായിരുന്നു, പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി. എന്താണെങ്കിലും യദുവിന്റെ ശാപം എന്ന് പറയുന്ന ഇത് സോഷ്യൽ മീഡിയ യദു അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ആ സംഭവം നടക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കൂ, ഇതിനകത്ത് മെമ്മറി കാർഡ് ഇരിപ്പില്ലേ, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കൂ. വണ്ടി അവിടെ കൊണ്ടിട്ട് മെമ്മറി കാർഡ് കാണാനില്ലാത്ത സാഹചര്യം. യദു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്, നിങ്ങൾ ആ മെമ്മറി കാർഡ് നോക്കൂ, നിങ്ങൾ ആ CCTV ദൃശ്യം പരിശോധിക്കൂ. CCTV ഇല്ല, ഒരു കുന്തവും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം. അപ്പോൾ ഇത്രയും നാണം കെട്ട തോൽവി സച്ചിൻ ദേവിനും അതേപോലെ തന്നെ ആര്യ രാജേന്ദ്രനും ഗണേഷ് കുമാറിനും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ സത്യത്തിൻ്റെ മേലുള്ള ഒരു ആധിപത്യം കൂടിയാണ്. സത്യം, അയാൾ സത്യസന്ധനായിരുന്നോ ഇല്ലയോ എന്നുള്ളത് യഥാർത്ഥത്തിൽ പോലീസാണ് അന്വേഷിച്ച് തീരുമാനിക്കേണ്ടതായിരുന്നു. പക്ഷെ അവിടെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയില്ല. ആ കേസിൻ്റെ വഴി കണ്ടാൽ തന്നെ നമുക്കറിയാം, റോഡിൽ അവർ രണ്ടുപേരും ഇല്ലാത്തൊരു സാഹചര്യം. സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രനും ഇല്ല, ആര്യ രാജേന്ദ്രൻ്റെ സഹോദരൻ മാത്രം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യദു കൊടുത്തിട്ടുള്ള പരാതിക്ക് മേലുള്ള കേസ്. ഈ സംവിധാനം തന്നെ വെല്ലുവിളിച്ചതാണ്. യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെല്ലുവിളിച്ചാണ്. ഇപ്പം നമ്മൾക്ക് യദുവിൻ്റെ ബൈറ്റ് ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ കണ്ടിരുന്നു. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തിരിച്ച് KSRTCയിൽ കൊണ്ടുവരുമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും യദുവിൻ്റെ ശാപം കൃത്യമായിട്ട് കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന 3 പേരും ഇന്ന് അനാഥരായിട്ട് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. യദുവാണെങ്കിലും ആര്യ രാജേന്ദ്രനാണെങ്കിലും ഇനി പെൻഷൻ വാങ്ങിച്ച്, സർക്കാർ പെൻഷൻ വാങ്ങിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും മറ്റ് വേറെ ജോലികളുള്ളവർ നയിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും. അപ്പം എന്ത് തന്നെയാണെങ്കിലും അവർ ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അങ്ങനെയുള്ള വഴിക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്താണെങ്കിലും ആ ശാപം കൃത്യമായിട്ട് കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്.